BMW കാറുകൾ വാങ്ങാനുള്ള ടെൻഡർ റദ്ദാക്കി ലോക്പാൽ. BMW 3 സീരീസ് 330ൽപ്പെട്ട 7 കാറുകൾ വാങ്ങുന്നതിനായുള്ള ടെൻഡറാണ് റദ്ദാക്കിയിരിക്കുന്നത്. ലോക്പാൽ ഫുൾ ബെഞ്ചാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ശരിയാണ്. ബാലു, ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിറക്കാനുള്ള പശ്ചാത്തലം എന്താണ്? അക്ഷയ, ഈ ലോക്പാലിൻ്റെയും അതുപോലെ തന്നെ ലോക്പാലിലെ അംഗങ്ങൾക്കുമുടെയും ആവശ്യത്തിനായാണ് 7 BMW കാറുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ ഒക്ടോബറിൽ പുറത്തിറക്കിയിരിക്കുന്നത്. BMW തന്നെ ഏറ്റവും വില കൂടിയ സീരീസായ 3 സീരീസിൽപ്പെട്ട 3 സീരീസ് 330ൽപ്പെട്ട 7 കാറുകൾ വാങ്ങുന്നതിനായിട്ടായിരുന്നു ഈ ടെൻഡർ പുറത്തിറക്കിയിരുന്നത്. ഓരോ കാറിനും ഏതാണ്ട് 70 ലക്ഷം രൂപയാണ് വില, ഇന്ത്യൻ വിപണിയിൽ വില വരുന്നത്. ഇതിലൂടെ 5 കോടി രൂപയാണ് ഈ 7 കാറുകൾ വാങ്ങുന്നതിനായി, ലോക്പാലിന് വാങ്ങുന്നതിനായി ചെലവ് വരിക എന്ന കാര്യം ഈ ടെൻഡർ നടപടികൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പരസ്യമായിരുന്നു. ഏതായാലും ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ഈ പൗരസമൂഹത്തിൽപ്പെട്ടവരുമൊക്കെ ഈ അഴിമതി അന്വേഷിക്കാൻ വേണ്ടി രൂപീകൃതമായ ലോക്പാലിൻ്റെ ഈ നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുകയുമൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ പിന്നാലെയാണ് ഏതാണ്ട് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ടെൻഡർ റദ്ദാക്കുവാൻ വേണ്ടി ഇപ്പോൾ ലോക്പാൽ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്പാലിൻ്റെ ഫുൾ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഡിസംബർ 16 ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ്, അതായത് ഈ ടെൻഡർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 7 വാഹനങ്ങൾ വാങ്ങുന്നതിന് ഏതാണ്ട് 5 കോടിയോളം ചെലവഴിക്കുവാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ് നിലവിൽ ഇന്ത്യയിൽ ലോക്പാലായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 7 അംഗ ലോക്പാൽ ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ലോക്പാലിലെ ഈ ജസ്റ്റിസ് ഖാൻവിൽക്കറിന് പുറമെ 3 അംഗങ്ങൾ ജുഡീഷ്യൽ അംഗങ്ങളാണ്, മറ്റു 3 പേർ ഈ നോൺ ജുഡീഷ്യൽ അംഗങ്ങളാണ്. അങ്ങനെ മൊത്തം ഈ 7 പേർക്കും വേണ്ടിയായിരുന്നു ഈ 5 കോടി ചെലവഴിച്ചുകൊണ്ട് ഈ 7 BMW 3 സീരീസിൽപ്പെട്ട വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു തീരുമാനം, ഒരു നടപടിയിലേക്കിട്ട് ഈ ലോക്പാൽ കടക്കുകയും അത് വിവാദമായ സാഹചര്യത്തിൽ അതിൽ നിന്ന് ഇപ്പോൾ പിന്മാറുകയും ചെയ്തിരിക്കുന്നത്. അക്ഷയ്.